തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ തകർത്തുവെന്ന് ആരോപിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എന്ത് വില കൊടുത്തും കേരളം തൊഴിലുറപ്പ് തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് 3 ദിവസം പൂർത്തിയാക്കാൻ ആരെങ്കിലും കൂടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പരിമിതമായ ദിവസങ്ങളായി പല പ്രദേശങ്ങളിലും പരിമിതപ്പെട്ടിരിക്കുന്നു. നിയമമനുസരിച്ച് 3 ദിവസം 369 രൂപ ഇവിടെ ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട അവരുടെ മാസം 369 ദിവസങ്ങളിൽ 369 രൂപ അവരുടെ ദിവസവേതനമായി കണക്കാക്കും. ഇതാണ് അംഗീകരിച്ച പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 57 ലക്ഷം ആളുകളിൽ ആക്റ്റീവായിട്ടുള്ള 22 ലക്ഷം ആളുകൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. അവർക്ക് 3 ദിവസം കൃത്യമായി കൊടുത്താൽ അവരുടെ കുടുംബം സംരക്ഷിക്കാൻ കഴിയും, അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ കഴിയും. ആ പദ്ധതി അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ ഈ പദ്ധതി അനുസരിച്ച് നമ്മുടെ കേരളം, ഇന്ത്യ ഇന്ന് ഗ്രാമീണ മേഖലകളിൽ ഒരു ജീവൻ നിലനിൽക്കുന്നത് ഈ പദ്ധതി കൊണ്ടാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പട്ടിണി കിടക്കുന്ന ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ കേരളമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ ചില പ്രത്യേകതകളോടുകൂടാണ് നമുക്ക് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ പട്ടിണി ഇപ്പോഴും പട്ടിണി കിടക്കുന്നവരാണ്, തൊഴിലില്ലാത്തവരാണ് മഹാഭൂരിപക്ഷം. അവർക്കെല്ലാം ചെറിയ ആശ്വാസം കിട്ടുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് കേരളത്തിന്റെ നടത്തിലേക്ക് 21 ലക്ഷത്തോളമാണ്. ഇങ്ങനെ വന്നാൽ എത്രയോ കോടി രൂപ ഇവിടെ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 60% കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ്. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ സ്കറിയ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, ഡോക്ടർ V ശിവദാസൻ MP, KP സഹദേവൻ, M പ്രകാശൻ, M സുരേന്ദ്രൻ, K ചന്ദ്രൻ, P രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.